പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാനിലേക്ക് ഒരുങ്ങുക എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ സംസാരിക്കുമ്പോൾ സൂറത്തുൽ ബഖറ 183 നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. സൂക്ഷ്മത പാലിക്കുന്നവരാവാൻ, നമ്മളെ ശുദ്ധീകരിക്കാൻ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന്റെ ശേഷം രണ്ടാമതായി പറഞ്ഞത് കുടുംബ ബന്ധത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്നതാണ്. ലാ യദ്ഖുലുൽ ജന്നത കാതിഫുർ റഹ്മ. അല്ലാഹുവിന്റെ റസൂൽ അടിവരയിട്ട് പറഞ്ഞു, ഒരു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല, ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല കുടുംബ ബന്ധം മുറിച്ചവൻ. അയൽപക്കവും കുടുംബവും അകന്ന ബന്ധവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരിമാരെ. ആരോടും തെറ്റിയ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഏതൊരു അമലും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ ഈമാൻ വേണം എന്നതാണ്. കളവ് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ കളവ് പറയുന്നവന്റെ ആ കവിളിങ്ങനെ കീറിക്കൊണ്ടിരിക്കുകയാണ്. മരം കൂടിക്കൂടി വരികയും കീറിക്കൂറിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പരദൂഷണം പറയുന്നവന്റെ നാവിന്റെ കുറ്റിയടക്കം ചീകിയെടുക്കാൻ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. സംസാരം കട്ടുകേൾക്കുമ്പോൾ, ആരെങ്കിലും ഫോൺ ചെയ്യുമ്പോൾ അവിടെ ചെന്ന് പാർത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു ഈയം ഉരുക്കിക്കൊണ്ട് ആ ചെവിയിൽ ഉരുക്കി ഒഴുക്കുമെന്നുള്ളതാണ്. നോമ്പുണ്ടോ ഇല്ലയോ എന്നറിയാൻ അള്ളാഹുവിന് മാത്രമാണ് സഹോദരന്മാരെ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് നോമ്പിന് നാമാണ് പ്രതിഫലം നൽകുക എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം നമ്മളോടൊന്നിച്ച് ജീവിച്ചവർ ഇന്ന് മീസാൻ കല്ലിന്റെ ചുവട്ടിൽ പലരുമുണ്ടാവും. അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു ദിവസത്തെ നോമ്പ് എനിക്ക് കിട്ടിയെങ്കിൽ എന്നാണ്. നോമ്പിന്റെ കൂട്ടര് നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമപ്പോൾ പരിമളം വീശുന്നേ. പറയപ്പെടും അവരോട്, നിങ്ങൾ തിന്നുവീൻ, വിശക്കേണ്ടതാഹിക്കേണ്ടതില്ല, കുടിക്കുവീൻ. പരിശുദ്ധ മാസം നാസ് വയറ് നിറച്ചതാ, നിങ്ങൾ വിശപ്പ് സഹിച്ച് നോമ്പു പിടിച്ചതാ. അവരൊക്കെ ഇന്ന് വിശപ്പിനാൽ പൊരിയുന്നതാ, ദാഹിച്ച് തൊണ്ട വരണ്ടതായി പൊരിയുന്നതാ. അതുകൊണ്ട് സൂക്ഷ്മതയോടെ റമദാനിനെ വരവേൽക്കുവാൻ നമ്മളെല്ലാവരും ഒരുങ്ങി നിൽക്കുക. അള്ളാഹു സ്വീകരിക്കുന്ന നോമ്പാവട്ടെ. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.